സുരേട്ടാ, സുരേട്ടാ, സുരേട്ടാ! അയ്യോ, ആരായി പാതിരാക്ക്? മാലാഖമാരും ദേവതമാരും. അയ്യോ, അതല്ല ചോദിച്ചത്. പുറത്ത് കോളിപ്പല്ലടിക്കുന്ന കേട്ടില്ലേ? അയ്യോ, അതിവിടുത്തെ മൂന്നാമത്തെ വേന്ദ്രനാ. ആരാ? രാജേന്ദ്രനോ? തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. സ്വയം വായലുറന്നു കൊടുക്ക. പിന്നെ അച്ഛന് കൊടുത്ത പോലെ നല്ല 2 ഡോസ് അവനും കൊടുത്തേക്ക. സ്വയംപ്രഭ. ഏട്ടത്തിയമ്മ. കേറാൻ വരട്ടെ, കേറാൻ വരട്ടെ. ഇപ്പൊ സമയം എത്രയെന്നറിയോ? അതെ, കോളേജ് വിട്ടിട്ട് എവിടെ ചുറ്റി നടക്കുമായിരുന്നു? ഇത് കോടതിയൊന്നുമല്ലല്ലോ. എന്ന് തോന്നുമ്പോ ഒന്ന് കേറാന്നു. പിന്നെ ഏട്ടത്തിയമ്മയാണെന്നുള്ള അധികാരം എന്നോട് കാണിക്കണ്ട. എന്നെ അങ്ങനെ ആരും ഭരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അയ്യോ വേണ്ടായേ. പക്ഷെ ഞാനും എന്റെ ഭർത്താവും കൂടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലമായത്. പച്ച പാതിരാക്കി വന്ന് ഇങ്ങനെ കിറോ ബെല്ലടിക്കുന്നതേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, പ്രായമായ ഒരു മനുഷ്യനെ ഉറക്കത്തിൽ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ 10 മണിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ വരാന്തേ കിടക്കേണ്ടി വരും. കേറിയാട്ട. അതെ, സുഖമായിട്ട് കയ്യും വീശി അങ്ങ് പോവാണോ? എന്നാ വാതിലടച്ച് കുറ്റിയിട്. ചെല്ലേ. രാധികേ, നല്ല കക്ഷിയാ. എനിക്ക് എക്കണോമിക്സിന് ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ് മുങ്ങിട്ട് ഞാൻ തിരക്കിലായിരുന്നു. ഞാൻ പോട്ടേടി. അയ്യോ, നിൽക്കണോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടല്ല. എന്തിനാ വിളിച്ചത്? കാര്യമുണ്ട്. രാധികയുടെ അച്ഛൻ എന്നോട് ഇങ്ങനെ ചതി കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചതിയോ? ഓൾറെഡി വീട്ടിലൊരു ജുരാസിക്കുള്ളവർ അറിയാലോ. അതിന്റെ കൂട്ടത്തിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ കൂടെ കൊണ്ടു നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തന്നെ. 10 മണി കഴിഞ്ഞാ വീട്ടിൽ കേട്ടില്ല അത്രേ. വാണിങ് എന്നിരിക്കേ. നന്നായി പോയി. നിങ്ങളെയൊക്കെ ചട്ടം പഠിപ്പിക്കണമെങ്കിലേ ഇങ്ങനെ ഒരാളില്ല, അത് പറ്റില്ല. പക്ഷെ എന്റെ തനി സ്വഭാവം അവർക്കറിയില്ല. അധികം ഭരിക്കാൻ വന്നാലേ ഏട്ടത്തമ്മയാണെന്ന് ഞാൻ നോക്കൂല. അവരൊരു പാവാന്ന് അച്ഛൻ പറഞ്ഞേ. അല്ലെങ്കിൽ രാധികയുടെ അച്ഛൻ ആരാ പാവല്ലാതെ? രാജേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൂടെ? എത്ര കാലം വെച്ചാ നിങ്ങൾ ഇങ്ങനെ അച്ഛനും മക്കളും ലോഡ്ജ് താമസിക്കുന്ന പോലെ ഇങ്ങനെ കഴിയണേ? അല്ല, എന്റെ ട്യൂഷന് പ്രശ്നം എന്തായി? ഞാൻ പറഞ്ഞല്ലോ. എപ്പോ? എക്സാം കഴിഞ്ഞിട്ടോ? അത് പിന്നെ ഇന്ന് തന്നെ തുടങ്ങിയാലോ? ഇന്നോ? എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭൂതോദയം? കാര്യമുണ്ട്. ട്യൂഷൻ എന്റെ വീട്ടിൽ വെച്ചാ. ഇപ്പൊ പൊട്ടാമസിലോട്ട് കൊട്ടു കൊടുക്കാൻ ചിലപ്പോ ഒരു ചാൻസ് കിട്ടുകയും ചെയ്യും. അയ്യോ, ഉടക്കാനാണോ? അതൊക്കെ പറയാം. വാ. വാ. എന്താ അവിടെ തന്നെ എന്ന് പറഞ്ഞേ? കേറി വാ. പേടിക്കണ്ട, ഇരിക്കുക. അവര് വന്ന് എന്തെങ്കിലും പറയും. അതിനു വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നത്. ഇരിക്കുക. എന്തായാലും എക്കണോമിക്സിന് തന്നെ പാസ്സായി കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? എന്താ ഏതായി കുട്ടി? അത് നിങ്ങൾ അറിയണ്ട. എന്റെ മുറിയിൽ പലരും വരും പോവും. നമ്മൾ നമ്മുടെ കാര്യം നോക്ക്. അത് ശരി. അങ്ങനെ വരികയും പോവുകയും ചെയ്യാനേ ഇത് സത്രമൊന്നുമല്ല. അടുത്ത മുറിയിൽ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥയാണ് ഞാൻ. എനിക്കറിയണം. അയ്യോ ചേച്ചി, ഞാൻ മേനോന്റെ മോളാ. ഓ, രാധിക. അതെ, രാജേട്ടൻ ട്യൂഷൻ എടുത്ത് തരാന്ന് പറഞ്ഞുകൊണ്ട് വന്നാ. ആണോ? അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡ്രോയിങ് റൂമിലിരിക്കാം, ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ പിന്നാമ്പുറത്തെ മരച്ചുവട്ടിലിരിക്കാം. അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടുമല്ലോ. അല്ലാതെ ഈ മുറിയിൽ അടച്ചിട്ടിരുന്ന് പഠിച്ച ശ്വാസം മുട്ടും മോളെ. അതെ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടൊന്നുമില്ല. നിങ്ങൾക്കല്ല, എനിക്ക് ശ്വാസം മുട്ടും. ഞങ്ങൾ ഞങ്ങളുടെ മുറി ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ ശ്വാസം മുട്ടുന്നത്? അത് പറഞ്ഞുതരാം. അതെ, ഈ പഞ്ഞിയും തീയും കൂടെ ഒരു മുറിയിൽ അടുത്തടുത്തിരുന്നാ പേടിക്കണം. എപ്പോഴാ കത്തുകയെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേ അധികം വാചകം അടിക്കണ്ട. എന്നെ സമയത്തോളം നിങ്ങൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരി മാത്രമാണ്. കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഷുവർ, ഐ ഷുഡ് മൈൻഡ്. ഐ വിൽ മൈൻഡ്. വേണ്ടായിരുന്നു. വേണം. വന്നു തുടങ്ങിയ ഒരാളാവല് വിടില്ല ഞാൻ. രാധിക മോളെ, തമ്പി വന്നില്ലേ?
ഇല്ല, ഇപ്പോഴെത്തും. വെറുതെ എത്ര നേരം പറഞ്ഞാ വീട്ടിലിരിക്കുക? എന്തെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണ്ടേ? പാറൂട്ടിക്കാണെ അധികം നേരം കൂടിരുന്ന് വർത്താനം പറയാൻ ഒരു ചമ്മല. മരുമക്കള് കണ്ടാ എന്താ വിചാരിക്കാന്നും പറഞ്ഞു. എന്താ നിനക്കൊരു വല്ലായിക? അയ്യോ ഒന്നുമില്ല, എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു. എന്നാ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. തമ്പി ഇപ്പൊ എത്തൂലോ. ഞാൻ പോട്ടെ രാജേട്ടാ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. അവരെ പേടിച്ചിട്ട്? അതുകൊണ്ടല്ല, വീട്ടിൽ പറഞ്ഞിട്ടില്ല. ശരി. മിണ്ടിപ്പോരുത്, കുന്നളയും ഞാൻ. അച്ഛന്റെ കാലം കഴിഞ്ഞു, ഇനി എന്തുവാന്ന് വിചാരിച്ചു അല്ലേടി? എന്താ എന്താന്നോ ചോദിച്ചു പുന്നാരമോളോട്. കെട്ടിയോരെങ്കിൽ രാവിലെ പുറത്തേക്ക് പോണത് കോളേജിലേക്കാണോ അതോ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എക്കണോമിക്സിന് ട്യൂഷൻ എടുക്കാന്ന് രാജേട്ടൻ പറഞ്ഞപ്പോ പോയെന്നേ ഉള്ളൂ. വാതിൽ അടച്ചിട്ട് നാടി ട്യൂഷൻ എടുക്കണേ? അത് പ്രഭചേച്ചി ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്തതാ. രാജേട്ടൻ ഇതുവരെ മോശമായിട്ടൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് കാണണമെന്നല്ലല്ലോ, ഓർമ്മ വെച്ച കാലം മുതലേ രാജേട്ടനെ കാണണല്ലേ. പ്രഭചേച്ചി അവിടെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എന്നോട് ചോദിച്ചൂടെ? നോക്കൂത്തിയപ്പോൾ ഇരിക്കണല്ലോ ഞാനിവിടെ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പോഴത്തെ UKG പിള്ളേർക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ള കിടന്ന് മുട്ടയിടുക. പിന്നെ അച്ഛൻ ഇവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാ? ഓ അച്ഛാ, പണ്ടത്തെ കാലമൊന്നും അല്ല. കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംശയം ചോദിക്കുന്ന പറയുന്ന വലിയ ആന കാര്യമൊന്നുമല്ല. എന്തായാലും പാർക്കിലും ബീച്ചിലേക്കൊന്നും അല്ലല്ലോ പോയത്, തമ്പിസാറിന്റെ വീട്ടിലേക്കല്ലേ. അവിടെയാണെങ്കിൽ പ്രഭചേച്ചി ഉണ്ടായിരുന്നു. രാധിക നമുക്കറിഞ്ഞൂടെ? അച്ഛൻ തന്നെ അവളിങ്ങനെ മോശമാക്കാന്ന് വെച്ചാ. തീർന്നോ? തീർന്നോ? ഉണ്ടേ പറ. ഇനി ഏതെങ്കിലും ഞാൻ ജോലി പറ്റു വെച്ചിട്ടുണ്ടോ? പറ. പറഞ്ഞേ. മെന്നെ വരൂ. ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരു ചെറുപ്പക്കാരനെ മുറി നിറങ്ങി വരണണ്ട, പൂട്ട് തൊടണം. തന്റെ മക്കള് തന്നോളായ താനെന്ന് വിളിക്കണമെന്നാ പറയാ. ദേ, അവള് നമ്മുടെ കുട്ടിയല്ലേ. ഇങ്ങനൊരു തെറ്റ് ചെയ്യൂന്ന് തോന്നുന്നുണ്ടോ? അടിച്ചോ? കഷ്ടായി. മോളെ, രാജേന്ദ്രൻ ചീത്തയാണെന്നല്ല അച്ഛൻ പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. നിനക്ക് പറഞ്ഞുതരാനുള്ള പഠിപ്പൊന്നും അച്ഛനില്ല. പഴയ മെട്രിക്കുലേഷനാ. നാട്ടുകാരെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കാൻ ഇടവരുത്താതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചിട്ടേ വിളിക്കാവൂന്ന് പ്രാർത്ഥിച്ച് അടക്ക അച്ഛൻ. മണി 10 എന്താ പറ്റിയേക്കണാവോ? അമ്മേ, ദേ വരുന്നുണ്ട്. കൂടുതൽ എന്താ പറ്റിയെന്നാ തോന്നണേ. ചില്ലറ വെയിറ്റ് ഒന്നും അല്ല. എന്റെ ഈശ്വര, എന്ത് പറ്റി? ഒക്കെ ഇവിടെ തന്നെ വിശദീകരിക്കണോ? ഏട്ടൻ പൊയ്ക്കോ, ഞങ്ങൾ വെച്ചോളാം. പിടിക്കച്ച. ബാക്ക് വീല് സ്റ്റക്കായിന്നാ തോന്നണേ. അയ്യോ, അവൻ ആകെ ദേഷ്യം പിടിച്ച് പോയിരിക്കാ. ചെന്ന് വല്ലതും വിളമ്പിക്കൂടെ? വണ്ടിക്ക് എന്താ പറ്റിയത്? പറ്റിയതല്ല, പറ്റിച്ചതാ. എന്താന്ന് പറ. അതൊക്കെ പിന്നെ പറയാം. അയ്യോ, ഇവിടെ തിരുമ്പിയ മോളെ. ശരിയാ, വല്ല പിണ്ണ തലയോട്ടൊന്ന് ആവി പിടിക്കണം, അല്ലെങ്കിൽ കൈ പോക്കാൻ പറ്റില്ല. നീ ഒന്നും തിരുമ്പി തരണേ. എന്താടി പോടാ. അച്ഛൻ പറഞ്ഞോണ്ട് തന്നെ ഒന്നും ചെയ്യുന്നില്ല. അയ്യോ, അവിടെ എവിടെയാ? അവിടെ അവിടെ. പട്ടികൾക്കൊക്കെ നല്ല പോരായി. കുറച്ച് കുറച്ച് കൊതി തീർന്നിട്ടുണ്ടാവും. 4-5 കിലോമീറ്റർ തള്ളി തള്ളി മനുഷ്യന്റെ ഊപ്പാട് വന്നു പോയി. വണ്ടിയല്ലേടാ, ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ലമ്മേ, ഞാനതിനാ ഇനി ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വണ്ടി ഓടിക്കണേ. പിന്നെ ജോലിക്ക് പോണ്ടേ? വണ്ടി ഓടിച്ചോടിച്ച് ചങ്ക് കലങ്ങി തുടങ്ങി. ബസ്സിൽ പോവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞോണ്ടല്ലേ അച്ഛൻ വണ്ടി മേടിച്ചു തന്നത്? അതുകൊണ്ട് എന്താ കാര്യം? വണ്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? ഇത്ര നാളും അങ്ങനെ തന്നെ അല്ലേടാ പോയത്? ഇത്രയും നാളെന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛന് ജോലി ഇല്ലല്ലോ.
തലശ്ശേരി തന്നെ ഒരു വീടെടുത്ത് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കാം. മാറി താമസിക്കാനോ? വാടകയ്ക്കോ? നീ എന്തൊക്കെയായി പറയണേ? വാടകയ്ക്കല്ല, പിന്നെ പറ്റിയൊരു വീട് വാങ്ങിക്കോ പണിയോ എന്തെങ്കിലും ചെയ്യാം. അച്ഛനും അമ്മ എൻ്റെ കൂടെ പോരെ? ഞാൻ നല്ല പൊന്ന് പോലെ നോക്കിക്കോളാം. പിന്നെ രാധയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്യാം. കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഇതിനൊക്കെ എവിടുന്നാ പണം? അച്ഛന് കിട്ടിയ രൂപയില്ലേ? അതിന്ന് 50,000 രൂപ സുമിത്ര ചോദിച്ചിരിക്കുക. ബാലിന് എന്തോ ബിസിനസ് തുടങ്ങാൻ. ആവശ്യമുള്ളപ്പോ തിരിച്ചു തരാന്നാ പറയണേ. ബാക്കി 1 ലക്ഷം ഇല്ലേ അമ്മേ? അതുകൊണ്ട് വീട് കിട്ടൂടാ. ഓരോരുത്തരും ലോൺ എടുക്കാം. അതിപ്പോ അച്ഛൻ എന്താ തീരുമാനിച്ചിരിക്കണേന്ന് അറിയില്ലല്ലോ. രാധയ്ക്ക് ആലോചന എന്തെങ്കിലും വന്നാ? അവക്ക് അതിനു വേണ്ടി വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അമ്മേ. എപ്പോഴാവശ്യം എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു തന്നേക്കാം. ഇല്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോൾ ഒരു തുക ചെയ്ത് അച്ഛൻ്റെ പേര് ബാങ്കിൽ ഇട്ടോളാം. ഞാൻ അച്ഛനോട് പറയാം. ചെന്ന് പറ. തലവേദന എന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് വെയിലത്തിറങ്ങി നടക്കുക. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഏട്ടൻ സിറ്റിയിൽ വീട് വെച്ച് അച്ഛനെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോണെന്ന് കേട്ടു. അതൊന്നും തീരുമാനിച്ചിട്ടില്ലടാ. ഇനി പോയാൽ തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനൊന്നും പോണില്ല. കുറച്ചു ദിവസം അവന്റെ കൂടെ, കുറച്ചു ദിവസം നിന്റെ കൂടെ മാറി മാറി നിൽക്കാം. എന്താ? ഞാനും സിറ്റിയിൽ ഒരു വീട് വെച്ചാലോ എന്ന് ആലോചിക്കുക. നിനക്ക് ഈ വീടില്ലേ? ഓ, എനിക്കെന്തിനാ ഈ പഴഞ്ചൻ വീട്? ഞാനും ഏട്ടനെ പോലെ 10-25 കിലോമീറ്റർ പോയിട്ടല്ലേ ജോലി ചെയ്യണേ. നല്ല മോഡേൺ സ്റ്റൈലിൽ സിറ്റിയിൽ ഒരു വീട് വെക്കണമെന്ന് എനിക്കും ഇല്ലേ മോഹം. അതിനിപ്പോ എവിടുന്നാ പണം? അച്ഛന് കിട്ടിയത് എത്രയാന്ന് നിനക്കറിയാലോ. അത് സുമിത്രയും ഹരിയും കൂടി ചോദിച്ചിരിക്കുക. ഈ വീട് വിൽക്കാം. എത്ര കൊല്ലം പഴക്കമുള്ളതാ? ഏത് കാറ്റത്താ ഇടിഞ്ഞ് വീഴുന്നെന്ന് വല്ല നിശ്ചയമുണ്ടോ? മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും അസ്ഥിത്തറ ഇവിടെയല്ലേ ഉള്ളത്. അത് വിട്ടിട്ട് പോവാൻ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല. അമ്മ പറഞ്ഞ അച്ഛൻ കേൾക്കാണ്ടിരിക്കില്ല. ഞാൻ പണിയണ വീട്ടില് അച്ഛനും അമ്മയ്ക്കും നല്ല സ്റ്റൈലിനൊരു ബെഡ്റൂം. അതല്ല, രാധയുടെ കാര്യത്തിന്. അതിന് ഞങ്ങൾക്കും കൂടി ഉത്തരവാദിത്വം ഇല്ല അമ്മേ. ശമ്പളം കിട്ടിയ മാസം 500 രൂപ വെച്ച് അച്ഛന്റെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ കയറൂ. എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചാ പോരാ, സമ്മതിപ്പിക്കണം. ശക്തി പറഞ്ഞ ശിവൻ കേൾക്കാണ്ടിരിക്കോ?